കോതമംഗലത്ത് ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. മാർ ബെസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ ബ്ലഡ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രോഗ്രാം. നിരവധി തവണ രക്തം ദാനം ചെയ്ത 12ഓളം ബ്ലഡ് ഡൊണേറ്റർമാരെ ചടങ്ങിൽ ആദരിച്ചു. കോതമംഗലം മാർ ബസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ ബ്ലഡ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു ഉദ്ഘാടനം നിർവഹിച്ചു. ആരിവിടെ തിരിഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോണ കാര്യം ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ബസേലിയോസിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറയുന്ന വ്യക്തിയാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയങ്ങളും സ്നേഹവും ഈ ആശുപത്രി ജീവനക്കാരോടും അതും ചെറുവലയുടെ നേതൃത്വത്തിലുള്ള ഈ ഹോസ്പിറ്റൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ജീവനാടി തന്നെയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ശ്രീ വിൻസെന്റ് സംസാരിച്ചപ്പോൾ രക്തദാനം മഹാദാനം എന്ന് പറയുന്നത് എത്രയോ വാസ്തവമാണ്. എത്രയോ പേർക്ക് രക്തം കിട്ടാതെ പെട്ടെന്ന് തന്നെ ജീവൻ പോകുന്ന ഒരു കാലഘട്ടമുണ്ട്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു തുള്ളി രക്തത്തിന് ജീവന്റെ വില നൽകുന്നവരാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം, അന്ന് ഈ രംഗത്തേക്ക് യുവജനങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, 84 തവണ രക്തം ദാനം ചെയ്ത ഒരു വ്യക്തി ശ്രദ്ധിച്ചു ഇവിടെ വന്നെത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ മഹാമനസ്കത MBMM ഹോസ്പിറ്റൽ വൈസ് പ്രസിഡന്റ് വിൻസെന്റ് പൈലി, MBMM അസോസിയേഷൻ സെക്രട്ടറി സലിം ചെറിയൻ, MBMM ഹോസ്പിറ്റൽ ട്രഷറർ സണ്ണി മണ്ണമ്പറമ്പിൽ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സനീഷ് കെ രഘുനാഥ്, ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആൽവിൻ തുടങ്ങിയവർ പങ്കെടുത്തു. അവർക്ക് അതനുസരിച്ചിട്ടുള്ള ട്രീറ്റും നൽകി എപ്പോഴും നമ്മൾ അവരെ ആദരിക്കണം. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏത് ആവശ്യത്തിലും ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ സമീപിച്ചു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ അവർ വന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് പോകും. അത് വളരെ രോഗികൾക്കും ആശുപത്രിക്കും നമുക്ക് ഏറ്റവും ഗുണകരമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ എപ്പോഴും കരുതി അതനുസരിച്ചിട്ട് മുമ്പോട്ട് ആ ബന്ധങ്ങൾ നിലനിർത്തി മുമ്പോട്ട് പോകണം. നിരവധി തവണ രക്തം ദാനം ചെയ്ത 12ഓളം ബ്ലഡ് ഡൊണേറ്റർമാരെ ചടങ്ങിൽ ആദരിച്ചു. ഇൻഡോർ ക്യാമ്പിൽ 20-ൽ പരം ആളുകൾ രക്തദാനം നടത്തി. എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് മുമ്പിൽ നമുക്ക് ശിരസകൾ നമിക്കാം. അതോടൊപ്പം തന്നെ നമിക്കേണ്ട വ്യക്തിത്വങ്ങളാണ് ലാഭേച്ഛയുമില്ലാതെ ഈ വിട്ടു കൊടുക്കാനായിട്ട് സന്നദ്ധരായി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ 34 വയസ്സിന് മുമ്പ് ഞാൻ 4 പേർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം എനിക്ക് ജോണ്ടിസ് വന്നു. അതിനുശേഷം എനിക്ക് ബ്ലഡ് കൊടുക്കാൻ സാധിച്ചില്ല. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അവർക്ക് പെട്രോളിയം കൗണ്ട് ഡിഫറൻസ് ആണെന്ന് പറഞ്ഞ് അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാനത് എടുത്തിട്ടില്ല. എന്നാലും എനിക്കറിയാവുന്ന ഞാൻ പറയും. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.